Now you can go. ഞാൻ അന്വേഷിച്ചു. ഭയങ്കര പണച്ചാക്കാണ്. ഭർത്താവിന് ബിസ്ക്കറ്റിന്റെ പരിപാടിയായിരുന്നത്രേ. കഴിഞ്ഞ കൊല്ലം കാർ ആക്സിഡന്റിൽ മരിച്ചു. നമ്മുടെ പാർട്ടി തട്ടിയതാണെന്നൊരു വെർഷനുണ്ട്. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ എന്തിനാ അപവാദം പറയുന്നത്? എന്നാൽ അറിയാവുന്ന കാര്യം പറയാം. പാർട്ടിയുടെ കയ്യിൽ ഒരു 12 ലക്ഷം രൂപയുണ്ട്. ഫാക്ടറി വിറ്റ് കിട്ടിയതാ. നമ്മൾ ഒരു പിടി പിടിച്ചാൽ അത് ഡിപ്പോസിറ്റ് ആയിട്ട് ഇനി പോരും. 10 ലക്ഷം ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് നമുക്ക് തന്നാൽ മതി. 2 ലക്ഷം വേണേ അവർ ചെലവായിക്കോട്ടെ. എന്റെ ചിത്രേ, ഒന്ന് നിർത്ത്. ഒന്നുകിൽ ഹിന്ദി അല്ലെങ്കിൽ മലയാളം. ഈ മണിപ്രവാളം വേണ്ട. ഈ പല ഭാഷകൾ പഠിച്ചാലുള്ള കുഴപ്പം ഇതാ. ഹിന്ദി അവളുടെ മാതൃഭാഷയല്ലേ. കഷ്ടകാലത്തിന് എനിക്ക് മധ്യപ്രദേശിലേക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ 3 വർഷം ഞങ്ങളുടെ ഭോപ്പാൽ ബ്രാഞ്ച് കഴിയേണ്ടി വന്നു. ഇതാണ് എന്റെ ഭോപ്പാൽ ട്രാജഡി. അപ്പൊ സംഭവം നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. ഇനി ഈ കൊച്ചിന്റെ കാര്യം എന്താകുമെന്ന് അറിയാൻ മേല. ഇടയ്ക്കിടെ ഹിന്ദി കരയാറുണ്ട്. ഏതായാലും ചിരിക്കുന്നത് മലയാളത്തിലാണ്. എന്താ നമ്മുടെ പരിപാടി? അങ്ങനെ സ്പെഷ്യൽ പ്രോഗ്രാം ഒന്നുമില്ല. ഒരു കറക്കം, ഒരു സൈറ്റ് സീയിങ്. എങ്കിൽ പിന്നെ പുറപ്പെടരുതോ? ഓക്കെ. ഞാൻ കാറില് മുമ്പ്. താങ്ക് യു. ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? അതെ അതെ. പക്ഷെ തിരക്ക് കുറവാണോ? പെമ്പിള്ളേരാരും ഇല്ലാത്തോണ്ടാണോ? ഒന്ന് പതുക്കെ പറയണ്ട ആശാനെ. അങ്ങോട്ട് പോണ്ട, വീടും ഞാൻ വീടൂല. ഞാൻ പോയി ആഹാരത്തിന്റെ കാര്യവും സെറ്റപ്പ് ചെയ്യട്ടെ. ഖാന ഖാന ഒന്ന് നോമ്പാണോ? അച്ഛൻ്റെ നോമ്പാണോ? ഹലോ, നിങ്ങളൊക്കെ സ്റ്റുഡൻസാ? നിങ്ങൾ ആരാ? ഞാനിവിടെ ചുമ്മാ സൈറ്റ് സീയിങ്ങിന് വന്നാണ്. പതുക്കെ പോ, വീഴും. അച്ഛൻ നമുക്ക് കളിക്കാം. പ്രകാശ് സാറേ, ഉണ്ണിമോനെ, വേഗം വാ. എല്ലാം റെഡിയായി. നിങ്ങൾ കഴിച്ചു തുടങ്ങിക്കോളൂ. എന്റെ ഭർത്താവ് എവിടെ ഉണ്ടാവും എനിക്കറിയാം. ഉണ്ണിമോനെ, എന്താണെന്ന് അറിഞ്ഞൂടാ. എന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്നുകിൽ പാർക്കിൽ നിന്ന് അല്ലെങ്കിൽ ബീച്ചിൽ നിന്ന് പെണ്ണ് കണ്ടിട്ടാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്റെ കാര്യം എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ.
നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല? എന്താ എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഏയ്, ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഉണ്ട്. ഇതെന്റെ വൈഫ് എൽസ. ഇത് വരൂ പോകാം. ടൂറിസ്റ്റ് സിസ്റ്റേഴ്സിനെ പോലെ. പല്ലില്ല പല്ലില്ല. എന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഒരു ചെക്ക്. അകത്തോട്ടിരിക്കാം. ചെക്കിങ് വരൂ, ഞാൻ ക്യാഷ് വാങ്ങി തരാം. ഇങ്ങോട്ടിരിക്കാം. നമസ്കാരം. ഞാൻ ഉപദ്രവിക്കാണോ? നോ, നെവർ. ഇരിക്കൂ. ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വിസിറ്റ് നടത്താനിരിക്കുകയായിരുന്നു. തേടിയ വള്ളി കാലി ചുറ്റി. എന്താ വിശേഷം? ഞങ്ങളൊരു വാർത്ത കേട്ടു, ബാംഗ്ലൂരിലെ ഫാക്ടറി വിൽപ്പനയായെന്ന്. ഞങ്ങൾക്കൊരു ഡെപ്പോസിറ്റ് കിട്ടുമെന്നറിയാൻ. മിസ്റ്റർ പ്രകാശിന്റെ ശ്രമം കൊണ്ട് ഈ ബ്രാഞ്ച് നല്ല നിലയിലായി. നിങ്ങളെ പോലുള്ളവർ സഹായിച്ചാൽ കൂടുതൽ നന്നാവും. മിസ്റ്റർ പ്രകാശിനെ കാണുമ്പോഴൊക്കെ എനിക്കൊരു തോന്നൽ, നമ്മൾ മുമ്പ് എവിടെയൊക്കെയോ വെച്ച് കണ്ടിട്ടുണ്ടെന്ന്. അതെയോ? ഒരുപക്ഷെ കണ്ടിട്ടുണ്ടാവും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ആ ഓർമ്മ വളരെ ഡീപ്പാണ്. സത്യം പറയാമല്ലോ, സിസ്റ്റർ ആദ്യം കണ്ടപ്പോൾ എനിക്കും ഇതേ ഫീലിംഗ് ഉണ്ടായി. യു ആർ സോ അട്രാക്റ്റീവ്. താങ്ക് യു. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇറ്റ്സ് ഡൺ. വളരെ നന്ദി. താങ്ക് യു ഫോർ എവറിത്തിങ്. എന്താണ് ഈ എവറിത്തിങ്? ആ നോട്ടം, ആ സംസാരം, ആ ഇരിപ്പ്, എല്ലാം എല്ലാം. ഈ ചിരിച്ചാൽ മുത്തി ഇതറൂന്നൊക്കെ പറഞ്ഞ് ഇതുപോലുള്ള പെണ്ണുങ്ങളെ കുറിച്ചാ. നമ്മുടെ ഭാര്യമാരും ചിരിക്കും. എന്ത് പ്രയോജനം? എന്റെ ഭാര്യയെ ഒഴിവാക്കണം. എന്റെ മോൻ കരയാതെ. ഇന്നലെ രാത്രി 12 മണിക്ക് തുടങ്ങിയ കീറ്റലും തൂറ്റലും ഛർദിയുമാ. സംശയം ഉണ്ടേ സാറ് നോക്കൂ. വേണ്ട, കുട്ടിയെ വെയിൽ കൊള്ളിച്ച് ഇത്രയും ദൂരം കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? ഗൗതമന്റെ പോക്ക് വളരെ ബോറാകുന്നു. പറഞ്ഞില്ലെന്ന് വേണ്ട. കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഒരു ദിവസം വീട്ടിലിരിക്കാൻ പറഞ്ഞ അവള് കേൾക്കത്തില്ല. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇതിനെ ഇവിടെ ഞാൻ കിടത്തിയിട്ട് ഞാൻ പോയിരുന്ന് ജോലി ചെയ്തോളാം. സുഖമില്ലാത്ത കുട്ടിയല്ലേ, കരയുന്ന കണ്ടില്ലേ? ഇവിടെ നിങ്ങളെല്ലാരും ഇല്ലേ, ഇടയ്ക്കിടയ്ക്ക് കൈയൊന്നും മാറിയാ അവൻ കരച്ചിൽ നിർത്തും. ഗൗതമ, വീട്ടിൽ പോ, ലീവ് എടുത്തോളൂ. ലോസ് ഓഫ് പേ ആണോ? യെസ്. നല്ല ഫിനിഷിംഗ്. എത്ര രൂപയായി? എന്റെ അമ്മായി അച്ഛന് ഞാൻ കൊടുക്കുന്ന സമ്മാനത്തിന്റെ വില മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ല. മംഗലത്തിലാകുമ്പോൾ എങ്ങനെ നിങ്ങളുടെ അമ്മയച്ചനായത്? ഇതെന്റെ കഴുത്തി വീണിട്ടല്ലേ? സമ്മതിച്ചേ. അച്ഛാ, ആ മാല ഒന്ന് എന്റെ കൈ തരുമോ? ഞാൻ നോക്കട്ടെ. ആ, അച്ഛന് വലിയ സന്തോഷം കാണും, എന്നാലും വെളിയിലൊന്നും കാണിക്കില്ല. എന്തിനാ പണം തൂർത്തടിക്കുന്നേ? സ്വന്തമായിട്ടൊരു വീട് പോലും വെച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ കണ്ടമാനിച്ചലോ. ഇങ്ങനെയായിരിക്കും മംഗലത്ത് രാഘവൻപിള്ളയുടെ സ്റ്റൈൽ. ഇനിയൊരു പ്രധാന സംഗതി പറയാം. നീ സമാധാനമായിട്ട് കേൾക്കണം, ചൂടാവരുത്. എന്താ കാര്യം? ഞങ്ങളുടെ റീജിയണൽ മാനേജർ വരുന്നു. ഇൻസ്പെക്ഷനാണ്. അതുകൊണ്ടെന്താ? 18-ാം തീയതി അല്ലേ അച്ഛന്റെ ഷഷ്ടിപൂർത്തി? ആ മഹാഭാവി 17-ാം തീയതി ഇവിടെ എത്തും. ഇങ്ങനെ മുട്ടാപ്പോക്ക് പറഞ്ഞ് നല്ലൊരു കാര്യത്തിന് എന്നെ തനിച്ചയക്കാനാണോ ഭാവം? കാറും കോളും വേണ്ടാന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാ. എനിക്ക് എന്ത് ചെയ്യാൻ ഒക്കും? ഇൻസ്പെക്ഷൻ സമയത്ത് ഞാൻ ഉണ്ടായേ പറ്റൂ. ഓ, ഒരു റീജിയണൽ മാനേജർ. അങ്ങേർക്ക് നമ്മളോട് വല്ല പൂർവ്വ വൈരാഗ്യമുണ്ടോ? നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറി എങ്ങനെയൊക്കെ ആഘോഷിക്കാമെന്ന് ഞാൻ പ്ലാൻ ചെയ്താ അന്ന് ഇതുപോലെ ഒരു കൊനിഷ്ടപ്പിച്ചു. ഞാനൊന്ന് ഊണ് പോലും കഴിച്ചില്ല. അയാൾ ഒരു മുൻഷുണ്ടിക്കാരനാ. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നത് വരെ ഒരു നിഴല് പോലെ ഞാൻ അയാളുടെ കൂടെ നടക്കണം. ഇത്തവണ അയാളെ ഒന്ന് മണിയടിക്കാതെ നിവർത്തിയില്ല. ആ ഫാക്ടറിക്ക് ലോൺ കൊടുത്ത് ഞാൻ കുടുങ്ങിയിരിക്കല്ലേ. ഇൻസ്പെക്ഷൻ വേണമെങ്കിൽ മാറ്റിവെക്കാം. ഷഷ്ടിപൂർത്തി മാറ്റിവെക്കാൻ പറ്റുമോ? ഇൻസ്പെക്ഷൻ മാറ്റിവെക്കാൻ പറയാൻ ബാങ്ക് എന്റെ അച്ഛന്റെ വകയാണോ? നാട്ടിലുള്ള ഒരു മുഴുവൻ അസൂയക്കാരാ. അന്ന് പ്രകാശേട്ടനെ കണ്ടില്ലെങ്കിൽ വല്ലതും ഒക്കെ പറഞ്ഞുണ്ടാക്കും. എനിക്ക് വയ്യ, ഞാൻ പോകുന്നില്ല. ആരും പോണ്ട. അമ്മ എന്ന മാല നിന്റെ അച്ഛനെ കഴുത്തിലിട്ട് കൊടുക്ക്. തന്നെ തന്നെ ഇട്ടോണ്ട് നടക്കട്ടെ. ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ രാമ ഹരേ കൃഷ്ണ. വാവോ വാവോ.
എന്റെ പൊന്നു ഉറങ്ങു മോനെ. എന്റെ പൊന്നും കൂടെ ഉറങ്ങ്. അച്ഛൻ ഇങ്ങനെ വിഷമിപ്പിക്കാതെ. Why can't you go to hell? Are you hall? മുझे നീന്ത് ആ രഹി ഹൈ. എന്തൊരു തലവേദന. എനിക്ക് മൈഗ്രെയിൻ തന്നെയാണ്. നിന്റെ ഒരു മൈ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. വാവും കുഞ്ഞ് വാവും കുഞ്ഞ് വാഴപ്പഴം തിന്നുറങ്ങും കുഞ്ഞ് തോതോം കുഞ്ഞ് തോതോം കുഞ്ഞ് തോട്ടിലെ വെള്ളം കുടിച്ചുറങ്ങും കുഞ്ഞ്. അടിമപ്പണി. രാത്രിയിലെങ്കിലും ഈ നോവലൊന്ന് വായിച്ചു തീർക്കാന്ന് വെച്ചാ സമ്മതിക്കില്ല അല്ലേ? ആ കൊച്ചിനെ കട്ടിലിൽ കൊണ്ടുപോയി കിടത്തണം. തള്ളമാരെ പിള്ളേരെ നോക്കേണ്ടത്. കുഞ്ഞ് വാവും കുഞ്ഞ് വാഴപ്പഴം തിന്നുറങ്ങും കുഞ്ഞ് തോതോം കുഞ്ഞ് തോതോം തോട്ടിലെ വെള്ളം കുടിച്ചുറങ്ങും വാവും കുഞ്ഞ് വാവും കുഞ്ഞ്. കാര്യം പറഞ്ഞ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലാവില്ലേ? നീ ഇങ്ങനെ ഇമോഷണൽ ആവാതെ സമാധാനമായിരിക്കേ. ഞാനും മോനും ഇങ്ങനെ തനിച്ചു പോണേ. നീ കാർ കൊണ്ടുപോയിക്കോളൂ. ഒരു ഡ്രൈവറെ ഏർപ്പാടാക്കി തരാൻ ഞാൻ ജെയിംസിനോട് പറഞ്ഞിട്ടുണ്ട്. അത്രയും ദൂരം തനിച്ചു ഓടിക്കണ്ടല്ലോ. അതും വേണ്ട. നമ്മൾ ഒരുമിച്ചാണെങ്കിൽ മാത്രമേ ഞാൻ കാറിൽ പോകുന്നുള്ളൂ. റീജിയണൽ മാനേജർ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രകാശേട്ടനായിരിക്കുമല്ലോ അങ്ങനെ ഡ്രൈവർ. കൈമണി അടിക്കണമെന്നല്ലേ പറഞ്ഞേ? വണ്ടിയുടെ കിടന്നോട്ടെ. അങ്ങനെ എന്റെ മോള് ഒരു നല്ല കുട്ടിയാവണം. എന്തെങ്കിലും ഒരു നിർവാഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നെന്ന് അച്ഛനോട് പറയണം. എന്നെ മോനെയും ബസ് കയറ്റി വിട്ടാൽ മതി. ഒന്ന് ഫോൺ ചെയ്ത് അച്ഛൻ ബസ് സ്റ്റോപ്പിൽ ഒന്ന് കാത്തു നിന്നോളൂ. ഇങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയ ഞാൻ ഭാഗ്യവാനല്ലേ? പോലത്തെ ഒന്നും വേണ്ട. ഞാൻ ഇപ്പോഴും പിണക്കത്തില്ല. മഹായുദ്ധങ്ങളിൽ പോലും സന്ധി ഉണ്ടാവാറില്ലേ? ഇപ്പൊ സമയം 11 ഇത് പിണങ്ങാനുള്ള നേരമല്ല. കിളത്താൻ തുടങ്ങിയപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. ഇനി 4-5 ദിവസം ഞാൻ വെറുതെ കിടക്കണ്ടേ? കിടക്കുന്നതിന് മുമ്പേ ഒന്ന് നാമം ജപിച്ചാൽ മതി. മനസ്സിൽ ഒരു ദുഷ്ടവിചാരവും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ ദുഷ്ടവിചാരം വരുന്നു. ഇനി നാമം ജപിക്കാനോട്ട് സമയവും ഇല്ല. പാക്കിംഗ് എല്ലാം കഴിഞ്ഞോ? ഇതും കൂടി വെച്ചേക്കൂ. എന്തൊക്കെയാ ഇത്? സ്മോൾ പ്രസൻസ് ഫോർ യുവർ ഫാദർ. ഞങ്ങൾക്കും വരണമെന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? ഇൻസ്പെക്ഷൻ എന്നും പറഞ്ഞ് ഭർത്താക്കന്മാർ ഞങ്ങളെ നിലത്ത് നിർത്തുന്നില്ല. എനിക്കാകെ പരിഭ്രമോ. ഉണ്ണിക്കുട്ടനെ വേണമെങ്കിൽ ഈ വീട്ടിൽ തനിച്ചാക്കിയിട്ട് പോവാം. പക്ഷെ പ്രകാശേട്ടനെ തനിച്ചാക്കിയിട്ട് പോയാ ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് ഈ വീട് മലർത്തി വെച്ചിരിക്കും. കണ്ടോടി ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം. എന്റെ ഭർത്താവല്ല, സുമതിയുടെ ഭർത്താവ്. ഞാൻ വേഷം മാറുകയാണ്. ഒരു 5 മിനിറ്റ്. പതുക്കെ മതി. യാത്ര പറച്ചിൽ വിശദമായ രീതിയിലായിക്കോട്ടെ. എനിക്കും വരുന്നില്ലേ നശിച്ച ഹിന്ദി. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കടലാസിലുണ്ട്. നേരം വെളുത്ത് എഴുന്നേറ്റാൽ ആദ്യം ഈ ലിസ്റ്റ് വായിക്കണം. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെ ഈ ചുവർ പരസ്യത്തിലുണ്ട്. നിന്നെ കെട്ടാൻ എന്ത് പുണ്യമാണ് ചെയ്തത്? ഞാനാ പുണ്യം ചെയ്തത്. അച്ഛനും കൂടെ വരണം. അച്ഛൻ കേറ്. അടങ്ങിയിരിക്കും. അച്ഛന് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വെറുതെ ചാട്ടി പിടിക്കരുത്. നീ അവനെ അടിക്കല്ലേ സുമതി? ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. കാറ് പതുക്കെ ഓടിക്കാവും. സന്ധ്യയ്ക്ക് മുമ്പേ വീട്ടിലെത്തണം. എല്ലാ ദിവസവും രാവിലെ വന്ന് തൂത്തു തുടയ്ക്കാൻ ഞാൻ രാധയോട് പറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ടിഫിൻ അവൾ ഉണ്ടാക്കി തരും കേട്ടോ. ഞാൻ ഫോൺ ചെയ്യാം മോനെ. ഇവിടെ അടുത്താണോ താമസം? ആ കാണുന്ന വളവില എന്റെ വീട്. സാറെന്താ ഈ ഭാഗത്ത്? ഇവിടെ അടുത്തൊരു ജോത്സ്യനുണ്ടല്ലോ, നാരായണയ്യർ. വീടറിയാതെ ചുറ്റുവാ. ഓ, നമ്മുടെ സ്വാമി. ഇവിടുന്ന് ഒരു ഫർലോങ് പോയാൽ എടുത്തോട്ടൊരു വഴിയുണ്ട്. ആ വഴി രണ്ടായി പിരിഞ്ഞിട്ടാ സ്വാമിയുടെ വീട്. വൈഫ് വടക്കേന്ത്യക്കാരിയല്ലേ, അന്ധവിശ്വാസിയാ. എല്ലാം പറയാൻ പറ്റൂ. പോട്ടെ. ശരി. ഒരാഴ്ചയായടാ നിന്നെ കയ്യോടെ പിടിക്കാൻ വേണ്ടി ഞാൻ നടക്കുന്നത്. സാറ് പോയിക്കോളൂ, അങ്ങേക്ക് ഭ്രാന്താ. എനിക്ക് ഭ്രാന്തോ? നിന്റെ കാമുകനെ കയ്യോടെ പിടിച്ച എനിക്ക് നീ ആരാ? എന്റെ ഭാര്യനെ ഞാൻ അടിച്ചു തടുക്ക. നീ ആരാ? നീ നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ ഭാര്യ തടുക്കണം. എടാ കൂട്ടറാണാ പഞ്ചാരടി. എഴുന്നേൽക്കണ. ഞാൻ വെറുതെ സംസാരിച്ചിരിക്കായിരുന്നു. ആ വെറുതെ സംസാരിച്ചിടാനാ.
എന്റെ ഭാര്യ അതും ഇതും പറഞ്ഞ് മയക്കി സ്കൂട്ടറിൽ അടിച്ചുകൊണ്ടുള്ള പരിപാടിയാണല്ലേ. മിസ്റ്റേക്ക് മീ. മിസ്റ്റേക്കിനാണെങ്കിൽ മോനെ എന്റെ സ്കൂട്ടറും എന്റെ ഫുൾ ട്രൗസറും എന്റെ അയ്യോ ഒത്തിരിട്ടേ. ക്ഷമിച്ചു ഡ്രെയിനേജ് അല്ലേ? അവിടെ ഇന്നലെ രാത്രിയും കേട്ടടി ഞാൻ ആ സ്കൂട്ടറിന്റെ ശബ്ദം. അവൻ ഇന്നലെയും വന്നിരുന്നല്ലേ. അപ്പൊ നീ അടങ്ങൂലല്ലടി, നീ അടങ്ങൂലല്ലടി മോളെ.